നോക്കിക്കൊണ്ടിരുന്നു. വൈകിട്ട് കിടക്കാൻ പറ്റത്തില്ലായിരുന്നു. 12 മണിയാകുമ്പോഴത്തേക്കും തൊട്ടൊന്ന് വന്നു. കുഞ്ഞുകിടന്ന് ഉരുള് വരുമ്പോഴേ കിടന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഗ്യാസിൻ്റെ വല്ല പ്രോബ്ലം ആണെന്നോർത്ത് ഞങ്ങൾ ഗ്യാസിൻ്റെ ടാബ്ലറ്റ് കൊടുത്തു. പിന്നെയും കുറവില്ല. പിന്നെ ഞാൻ പിറ്റേ ദിവസം തന്നെ ജില്ലയിൽ കൊണ്ടുപോയി കാണിച്ചു. അവർ പിന്നെ ഗ്യാസിൻ്റെ ആയിരിക്കാണെങ്കിൽ ടാബ്ലറ്റ് ഒക്കെ തന്നു. 12 മണി കഴിയുമ്പോൾ പിന്നെ അങ്ങ് ഉറങ്ങാൻ പറ്റത്തില്ല. നമ്മളെ ഉറക്കത്തില്ല, കുഞ്ഞും ഉറങ്ങുന്നില്ല. അതുപോലെ ഭയങ്കരമായ വേദനയായിരുന്നു അവന്. പിന്നെ ഞാൻ വ്യാഴാഴ്ച രാവിലെ തന്നെ ഇവനൊക്കെയാണെങ്കിലും ഡോക്ടറുണ്ട്, പീഡിയാട്രിഷ്യൻ ഉണ്ട്, അവിടെ തന്നെ പരിപ്പിക്കൊണ്ടുപോയി തന്നെ ക്ലിനിക്കുണ്ട്, അവിടെ കൊണ്ട് കാണിച്ച്. എന്നാൽ ഡോക്ടർ പറഞ്ഞപ്പോൾ വേദന ഭാഗത്ത് വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല, അതുപോലെ വേദനയാണെങ്കിൽ തന്നെ നാളെ തന്നെ ബ്ലഡ് നോക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആയപ്പോൾ തന്നെ ഞാൻ മരത്തിൻ്റെ ക്ലിനിക്കിൽ കൊണ്ടുപോയി ബ്ലഡ് നോക്കി. അന്നേരം പറഞ്ഞ് 2 ദിവസം താമസം ഉണ്ടാകും, യൂറിനും ഉണ്ടായിരുന്നു, യൂറിനും നോക്കണമെന്ന് പറഞ്ഞു. 2 ദിവസം നോക്കിയിട്ട് ശനിയാഴ്ച തന്നെ അതിൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പമില്ല, ബ്ലഡിലും കുഴപ്പമില്ല, യൂറിനിലും കുഴപ്പമില്ല. അങ്ങനെ ഇന്നപ്പത്തിന് ഞാൻ പറയാം എന്നായാലും ഞാൻ സൺഡേ ഞാൻ പ്രേയറിന് പോകാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പാസ്റ്ററോട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ കുഞ്ഞ് ഭയങ്കരമായ വേദനയാണ് അനുഭവപ്പെടുന്നത്, കാരണം അറിയില്ല, ബ്ലഡ് നോക്കുമ്പോൾ നോർമലാണ്. അപ്പം ഡോക്ടറോട് ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു ഇങ്ങനെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി വേദന വരുവാണെങ്കിൽ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു സ്കാനിങ് ഒന്നും ചെയ്യാൻ ഇടപെടത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വരുന്നത്. അന്നേരം ഞാൻ പാസ്റ്ററോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ വൈകിട്ട് ഞാൻ ചോദിച്ചു കുഞ്ഞു വേദനയുണ്ടോ? അപ്പോൾ പറഞ്ഞില്ല, വേദനയൊന്നും ഇല്ല എന്ന് പറഞ്ഞ്. 12 മണിയായപ്പോൾ ഞാൻ നോക്കി കിടന്ന് ഉറങ്ങുവാണ്. ഇങ്ങനെ വേദനയുണ്ടോ എന്ന് ഓർത്തിട്ട് ഞാൻ ഉറങ്ങിയില്ലായിരുന്നു. അന്നേരം പിന്നെ കുഞ്ഞ് നല്ല വെള്ളം ഉറങ്ങി. അന്നേരത്തേന് എനിക്ക് ഭയങ്കരമായ ഒരു അതിശയമാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത്. ചായ ഒന്നും കൊടുക്കത്തില്ലായിരുന്നു വേദന കാരണം. ഇവൻ പറഞ്ഞില്ല ഞാൻ ഇന്ന് ചായ കുടിക്കുക, ഞാൻ ചായ കുടിക്കും. എനിക്ക് പാസ്റ്റർ പറഞ്ഞ പോലെ ഞാൻ പാസ്റ്റർ പ്രാർത്ഥിച്ചതല്ലേ, അതുകൊണ്ട് ഞാൻ ഇന്ന് ചായ കുടിക്കുമെന്ന് പറഞ്ഞ് അവൻ തന്നെ ചായയും കുടിച്ച്. പിന്നെ പിറ്റേ ദിവസം ആയാലും ഞാൻ സ്കൂളിൽ പോയി. കാരണം അത്രയും ദിവസം സ്കൂളിൽ പോയില്ലായിരുന്നു. കുറെ കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അവന് ഭയങ്കര വിടുതലായിരുന്നു, അവന് ഭയങ്കര അതിശയമായിരുന്നു. 1.5 മാസത്തോളം ആ കുഞ്ഞ് അങ്ങനെ ഒരു പ്രയാസത്തിൻ്റെ നമ്മളോട് നിൽക്കുമ്പോൾ അമ്മച്ചി സാക്ഷ്യം പറയുമ്പോൾ അവൻ കരഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവേ ഒന്ന് കരം നീട്ടിക്കുക, ഇവനൊരു പ്രവാചകനായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ ഒരു രോഗശാന്തിയുടെ അസാധാരണമായ അഭിഷേകവുമാണ് കർത്താവേ. ഇവരുടെ കുടുംബത്തിൻ്റെ അകത്ത് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭയങ്കരമായ അപ്പോസ്തോലിക പ്രവാചക തലങ്ങളിൽ ഞങ്ങൾ ഈ കുഞ്ഞിനെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ ആ കരം പിടിച്ച് അടുത്തൊരു ആത്മമണ്ഡലത്തിലേക്ക് ഇവനെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതങ്ങനെ തന്നെ വിശ്വസിക്കുന്നവർ കരം അടിച്ച് പ്രാർത്ഥിച്ചു.